നമസ്കാരം. ഒരു 7 സീറ്റർ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ തേർഡ് റോ സീറ്റിൻ്റെ കംഫർട്ട് ലെവൽ വളരെ കുറവാണ്. അതായത് കുട്ടികൾക്ക് ഇരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അഡൾട്ടായിട്ടുള്ള ആളുകൾക്ക് അവിടെ യാത്ര ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലെഗ് റൂമോ അല്ലെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ തൈ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ എന്നാൽ പോലും ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം ബിസിനസ് സാധ്യതകളുള്ളൊരു സെഗ്മെൻറ്റാണ്. ഇപ്പം 6 സീറ്റർ വേർഷനിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കേഷനിൽ ഒരു 7 സീറ്റർ അല്ലെങ്കിൽ എല്ലാ ടൈമിലും നമ്മളൊരു 5 സീറ്റർ ഈ ഒരു രീതിക്ക് ഉപയോഗിക്കുന്ന ഒരു സെഗ്മെൻ്റ് എന്ന് ഇതിനെ പറയാം. 7 സീറ്റർ ആണെങ്കിൽ പോലും നമ്മൾ എല്ലാ തവണയും ഈ ഒരു വാഹനം ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിനൊരു 5 സീറ്റർ ആയിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വല്ലപ്പോഴുമൊക്കെ ഒരു 7 സീറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം. തീർച്ചയായിട്ടും ഈ 7 സീറ്റർ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റഴിഞ്ഞത് 2025 ഫെബ്രുവരിയിൽ. അത് നമ്മൾ 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാരുതി സുസുക്കിയുടെ XL6 ആണ് 10ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. 2025 ജനുവരി മാസം നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 4403 യൂണിറ്റുകൾ വിറ്റഴിക്കാൻ കഴിഞ്ഞു. എങ്കിൽ ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും വളരെ കുറവാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1878 യൂണിറ്റുകൾ മാത്രമാണ് 2025 ഫെബ്രുവരി ആയപ്പോഴത്തേക്കും വിറ്റഴിക്കാൻ കഴിഞ്ഞത്. CNGയിലെ ഒരു വാഹനം അവൈലബിൾ ആണ്. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. പെട്രോൾ ഒബ്വിയസ്ലി ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. 11,60,60,000 മുതൽ 14,70,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് വന്നിട്ടുള്ളത്. ഇനി 9ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കി ഉണ്ടാക്കി ടൊയോട്ടയ്ക്ക് കൊടുക്കുന്ന ഒരു റീബാഡ്ജ്ഡ് വാഹനം റൂമിയോണാണ്. ഒരു ചേഞ്ചും ഇല്ല. ഇൻറ്റീരിയർ വരെ എർട്ടിഗയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഇൻറ്റീരിയർ, എംബ്ലം മാത്രം വ്യത്യാസമുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത്തരം റീബാഡ്ജ്ഡ് വാഹനങ്ങൾ വലിയ താല്പര്യം എനിക്കില്ല. എന്നാലും 2025 ഫെബ്രുവരി മാസം ഈ ഒരു വാഹനം വിറ്റ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2099 വാഹനങ്ങളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. CNG ഉണ്ട്, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മളിപ്പം XL6ൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ CNG വാഹനങ്ങളൊക്കെ മാരുതിയുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു റേഞ്ച് അല്ലെങ്കിൽ നല്ലൊരു നമ്പർ ഓഫ് സെയിൽസ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ റൂമിയോൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് ടൊയോട്ടയുടെ വാഹനം എന്നുള്ള രീതിക്ക് നമുക്ക് കാണണ്ട, അത് മാരുതിയുടെ വാഹനം തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് 10,44,000 മുതൽ 13,73,000 വരെയാണ്. ഇപ്പം ജനുവരി മാസം ഈ ഒരു വാഹനം 1944 യൂണിറ്റാണ് വിറ്റത്. എങ്കിൽ ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും 2099 യൂണിറ്റ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി 8ാമത്തെ സ്ഥാനത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ കോമ്പറ്റീഷനും ഇല്ല. അത് എൻഡവർ പോയതോടുകൂടി ഈ ഒരു വാഹനത്തിന് കോമ്പറ്റീഷൻ ഇല്ലെന്ന് തന്നെ പറയാം. ഫോർച്യൂണറാണ്. ഇപ്പോൾ ഫോർച്യൂണർ, ലെജൻഡർ ഈ 2 വാഹനങ്ങളും ഉൾപ്പെടെ 2025 ഫെബ്രുവരി മാസം 2,876 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ജനുവരിയിൽ 3,149 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിലും ഡീസലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. റീസെൻ്റായിട്ട് ഇവരുടെ ലെജൻഡർ എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ മാനുവൽ 4x4 കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ എന്ന് തന്നെ പറയാം. 33,43,000 മുതൽ 51,94,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് വന്നിട്ടുള്ളത്. 7ാമത്തെ സ്ഥാനത്ത് K1 പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് ഉള്ള ഒരു വാഹനമാണ് കിയയുടെ കാരൻസ് ആണ്. അത് 2025 ജനുവരി മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,522 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും 5,318 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞു. ഉടൻ തന്നെ, അതായത് 2025 ഏപ്രിലോടുകൂടി കാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ്. ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ EVയും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ 10,60,000 മുതൽ 19,70,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് നിലനിൽക്കുന്നത്. നല്ല വാഹനമാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടുണ്ട്. ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഫീച്ചറുകളൊക്കെ കൊണ്ടുവന്നത് കാരൻസ് തന്നെയാണ്. ഇനി 6ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ XUV 700 ആണ്. സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനൊക്കെ ഉള്ള ഈ ഒരു വാഹനം നല്ല റൈഡും നല്ല കംഫർട്ടുള്ളൊരു വാഹനം തന്നെയാണ്. 2025 ഫെബ്രുവരി മാസം നമ്മൾ നോക്കുമ്പോഴത്തേക്കും 7,468 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ. അത് ജനുവരിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും 8,399 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 14,49,000 മുതൽ 25,64,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. വളരെ മികച്ചൊരു വാഹനമാണ്. ഇതിൻ്റെ സസ്പെൻഷൻ മികവ് തന്നെയാണ് ഈ ഒരു വാഹനത്തെ, അത് സസ്പെൻഷൻ മാത്രമല്ല ഹാൻഡ്ലിങ്ങും റൈഡും കംഫർട്ടും ഇതെല്ലാം ഈ ഒരു വാഹനത്തിനുണ്ട്.
തീർച്ചയായിട്ടും ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി 5ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവയുണ്ട്, ഇന്നോവ ഹൈക്രോസും ഉണ്ട്. ഇനി ഇന്നോവയുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനത്തെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് വേറെ വാഹനങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ പോലും ഒരു അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനം നിൽക്കുകയാണ്. 2025 ഫെബ്രുവരി മാസം 8449 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജനുവരിയിൽ കുറച്ചധികം വാഹനങ്ങൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 9780 യൂണിറ്റുകൾ അവർക്ക് ജനുവരി മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4ാമത്തെ സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബൊലേറോ നിയോ പ്ലസ് ഈ 3 വാഹനങ്ങളാണ്. ഇവിടെ ബൊലേറോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 വാഹനങ്ങളും മൊത്തത്തിൽ ഈ 3 വാഹനങ്ങളുടെ ഒരു സെയിൽ നമ്പറാണ് നമ്മളിവിടെ പറയുന്നത്. 2025 ഫെബ്രുവരി മാസം 8690 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2025 ജനുവരി മാസം 8682 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബൊലേറോ നിയോയിലേക്ക് നോക്കുമ്പോഴത്തേക്കും മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1.2 ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ്. നിയോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ മാനുവൽ മാത്രമേ ഉള്ളൂ, ഡീസൽ മാത്രമേ ഉള്ളൂ. 2.2 ഡീസൽ എഞ്ചിനാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ബൊലേറോയുടെ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,79,000 മുതൽ 10,91,000 വരെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പാക്കേജ് ഈ ഒരു വാഹനത്തിലുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൊലേറോ നിയോ പ്ലസ് ഒക്കെ ഈ ഉത്തരേന്ത്യയിലേക്ക് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നൊരു വാഹനം തന്നെയാണ്. ഇനി 3ാമത്തെ സ്ഥാനത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൻ സെഗ്മെൻറ്റിലൊരു വാഹനമാണ്. ഇതിനൊരു വലിയ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇക്കോയാണ്. 2025 ജനുവരി മാസം 11,250 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ 2025 ഫെബ്രുവരി മാസത്തേക്ക് നോക്കുമ്പോഴത്തേക്കും 11,483 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,61,000 ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. വാൻ സെഗ്മെൻറ്റിൽ അധികം ഒരു കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇക്കോ എല്ലാ തവണയും ഈ ഒരു ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഇടം പിടിക്കുന്നുണ്ട്. ഇനി 2ാമത്തെ സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം 1ാം സ്ഥാനത്ത് നിന്നൊരു വാഹനമാണ്. വാഹനം എന്ന് പറയുന്നില്ല, വാഹനങ്ങൾ സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നുമാണ്. അപ്പോൾ 2025 ഫെബ്രുവരി മാസത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,618 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനുവരിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 15,442 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്കോർപിയോ ക്ലാസിക് നമുക്കറിയാം 2.2 ഡീസൽ എഞ്ചിൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് ആ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ സ്കോർപിയോ എന്നിലേക്ക് വരുമ്പോഴത്തേക്കും പെട്രോളുണ്ട്, ഡീസലുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഉണ്ട്. ഒരുപാട് പുതിയ എഡിഷൻസ് അതിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ തീർച്ചയായിട്ടും ഇനി മുമ്പോട്ട് പോകും. 1ാമത്തെ സ്ഥാനം ഒരു സംശയവും വേണ്ട, ഒരു അത്ഭുതവും വേണ്ട, എർട്ടിഗ തന്നെയാണ്. റൂമിയോൺ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ യഥാർത്ഥ രൂപമാണ് എർട്ടിഗ. തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനവും CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിലും അവൈലബിൾ ആണ്. മാരുതി സുസുക്കി 2020 ശേഷം ഡീസൽ വാഹനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം കൂടുതൽ ടാക്സി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സെയിൽസ് നമ്പറുണ്ട്. 2025 ജനുവരി മാസം 14,248 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ 2025 ഫെബ്രുവരി മാസത്തേക്ക് നോക്കുമ്പോഴത്തേക്കും 14,868 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞു. 8,69,000 മുതൽ 13,03,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.